ആക്ച്വലി വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളതിന് മറുപടി പറഞ്ഞത് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയാണ്, എന്നുവെച്ചാൽ ഉടമ്പടി മാതാവാണ്, അവരാണ് ഉടമ്പടി മാതാവ്. ഇതാ കർത്താവിന് ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏതറ്റം വരെ സ്വന്തം മകൻ്റെ കൊലച്ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് പോലും ദൈവത്തിൻ്റെ വചനം പാലിച്ച ആളാണ് ഉടമ്പടി മാതാവെന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത്. അപ്പോൾ പിതാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പിതാവ് ചോദിച്ചു വാട്ട് ഈസ് യുവർ മിഷൻ, നിങ്ങളുടെ മിഷൻ എന്താ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അത് ഞങ്ങളെ കോൺസെക്രേഷൻ ഓഫ് ദോസ് ഹൂ ആർ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ്. അതായത് ഞങ്ങൾക്ക് കോൺസെക്രേഷൻ ലൈഫുണ്ട്, അച്ഛന്മാർക്ക് കോൺസെക്രേഷൻ്റെ ലൈഫാണ്, സിസ്റ്റേഴ്സിന് കോൺസെക്രേറ്റഡ് ലൈഫാണ്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി സാക്ഷ്യപ്പെട്ട് ജീവിച്ചുകൊള്ളാവുന്ന ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ് ആണ്, നോട്ട് കാത്തലിക്സ്, നോട്ട് ഓൺലി കാത്തലിക്സ്. കാത്തലിക്സ് മാത്രമല്ല, നോൺ കാത്തലിക്സ് മാത്രമല്ല, ഹോൾ ക്രൈസ്റ്റ് ഹോണർ, ക്രൈസ്റ്റിനെ രക്ഷകനായിട്ട് മനസ്സിൽ ഹോണർ ചെയ്യുന്ന എല്ലാവരെയും കോൺസെക്രേറ്റ് ചെയ്യുക. അവർക്കൊരു കോൺസെക്രേറ്റ് ലൈഫ്, അവർക്ക് വിശുദ്ധ ജീവിതം, ഐക്യ ജീവിതം, സാക്ഷ്യ ജീവിതം പ്രദാനം ചെയ്യുകയാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അങ്ങനെ കേരള സഭയിൽ, ലോകസഭയിൽ അങ്ങനെ ഒരു മിഷൻ ഇല്ല. ശരിക്കും പ്രീച്ചിങ്ങൊക്കെ ഉണ്ട്, ഇവാഞ്ചലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അതായത് ക്രൈസ്റ്റ് ഹോണറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺസിനെ എങ്ങനെയാണ് കോൺസെക്രേറ്റ് ചെയ്യുക, വചനാധിഷ്ഠിതമായി കോൺസെക്രേറ്റ് ചെയ്തിട്ട് അവരെ വചനത്തിൻ്റെ വിത്തിൻ നോ ടൈം അവരെ സാക്ഷികളാക്കി മാറ്റുന്ന ഭയങ്കരമായ ഒരു സംഭവമാണ് ഉടമ്പടി നടക്കുന്നത്. അപ്പം അത് നമ്മൾ അനുഭവങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ്. ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മനുഷ്യൻ കോൺസെക്രേറ്റ് ചെയ്യണത്? കോൺസെക്രേറ്റ് വെച്ച് കഴിഞ്ഞാൽ അവൻ വിശുദ്ധീകരിക്കുകയും ചെയ്യും, ശക്തീകരിക്കുകയും ചെയ്യും. ഒരേ സമയത്ത് തന്നെ മനുഷ്യൻ വിശുദ്ധീകരിക്കുമ്പോഴും ശക്തീകരിക്കുമ്പോഴും അവൻ എന്തായിട്ട് മാറും? അവന് ഒരു മനുഷ്യൻ ഉടമ്പടിയിലൂടെ എന്താ സംഭവിക്കണത്? വിശുദ്ധീകരിക്കുകയും ചെയ്യും, അപ്പം ശക്തീകരിക്കുകയും ചെയ്യാം. അപ്പം ശക്തീകരിക്കാൻ നമുക്ക് എന്ത് പറ്റും? അധികാരവും ബലവും ഉണ്ടാകും. അധികാരവും ബലവും ബൈബിളിൽ ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു സംഭവമാണ് അധികാരവും ബലവും. സത്താനെപ്പോലും അവൻ ശാസിച്ച് മാറ്റുമ്പോൾ ജനങ്ങളുടെ കമൻ്റ് അതാണ്. ലുക്കാൻ്റെ സുവിശേഷം 4:36 എടുത്ത് എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്, ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. ഇപ്പം അധികാരത്തോടും ശക്തിയോടും കൂടി കൽപ്പിക്കുകയും, ഇപ്പം വചനങ്ങൾക്കെല്ലാം അധികാരവും ശക്തിയും ലഭിക്കും. ഇത് ഒരു ഫ്രഷ് ഹാൻഡ്സിനെ പോലും പെട്ടെന്ന് അധികാരിയാക്കി മാറ്റും. ആത്മീയ അധികാരം ഉണ്ടാകും. ഒരു പുതിയ, ഇപ്പം നിങ്ങളൊരു ഉടമ്പടി എടുത്തിട്ട് 3 മാസമേ ആയുള്ളൂ. പക്ഷേ നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്തരാണെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും, അവിശ്വസ്തത കാണിച്ചാൽ ചിതറിപ്പോകും. നമ്മൾ ഉടമ്പടിയുടെ പ്രശ്നം അതാണ്. ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന്. ബൈബിളിൽ 2 ഇടയ്ക്ക് ലൂപ്പ് ഹോളില്ല. ഒന്നെങ്കിൽ ചിതറക്കപ്പെട്ടിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാം. 2 ഉള്ളൂ. ഇപ്പം ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും, ചിതറിക്കപ്പെടുന്നത് ഇപ്പോൾ നെഹേമിയ എന്തുകൊണ്ടാണ് അവിടെ ചിതറിപ്പോയെന്ന് പറയുന്നുണ്ട്. നെഹ്യം 1:8 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, നെഹെമ്യാ 1:8 അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും. പ്രശ്നം അതാണ്.
ചേർന്ന് നമുക്ക് ദൈവവുമായിട്ടുള്ള ഇടപാടിൽ 2 സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ ചേർന്ന് നിൽക്കാം, അല്ലെങ്കിൽ ചിതറിക്കപ്പെടാം. സ്പിരിച്വൽ എംപവറിങ്ങിന് എപ്പോഴും വരണത് ഈ കവനൻ്റൽ ബേസുള്ള എംപവറിങ് ആണ് താത്വികമായിട്ട് ഷാർപ്പായിരിക്കണത്. നമ്മളിങ്ങനെ അംബിഗസായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിട്ടമനുസരിച്ച് ലക്ക് അനുസരിച്ച് പോണതല്ലേ. അങ്ങനെയല്ല. ഇത് ഇവിടെ കവനൻ്റെ ഷാർപ്പ് ഷൂട്ടറാണ്. 2+2 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും 3.99 ഒന്നുമല്ല, അത് 4 അത് തന്നെയായിരിക്കും. കവനൻ്റെ ഫോർമുലയുടെ ഒരു പ്രത്യേക കൃത്യത അതാണ്. അപ്പം നമ്മൾ കവനിൽ എന്താ ചെയ്യണത്, എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും. ഇപ്പം ഇന്നലെ മെർലിൻ ജോയി എന്ന് പറഞ്ഞൊരു മോള്, ഈ ഉടമ്പടി യുവതയുടെ ആഘോഷമാണ്. ശരിക്കും യുവതയുടെ ആത്മീയ ആഘോഷം. അത് കൃപാസനത്തിൽ വന്ന് കാണേണ്ട കാഴ്ചയാണ്. എല്ലാവരും തന്നെ 10 പേര് സാക്ഷ്യം പറഞ്ഞാൽ 6 പേരും ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളതായിരിക്കും. അവർ ദൈവത്തെ മനസ്സിലാക്കുന്ന രീതികൾ കണ്ട ഞെട്ടിപ്പോവും. 60 വർഷം ക്രിസ്ത്യാനിറ്റി ജീവിച്ചിട്ട് കിട്ടാത്ത ഉൾക്കാഴ്ചയാണ് 20 വയസ്സുകാർ പറയണത് ഉടമ്പടിയിലൂടെ. ഇന്നലെ മെർലിൻ ജോയ് എന്ന് പറയുന്ന MSc-കാരത്തി പറഞ്ഞിരിക്കുന്നത്, അതായത് എന്തിനാണ് എന്നോട് ഉടമ്പടി എടുക്കുകയെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, അതാണ് ആൾക്കാരുടെ ഒരു ടീച്ചിങ് ഉണ്ടായ. ഇപ്പോൾ മെർലിൻ ജോയ് പറയണത്, എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കണതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തളരുമ്പോൾ ചേർന്ന് നിൽക്കാനാണെന്ന്. അയ്യോ, എന്നാ ഒരു വർത്തമാനാ. അപ്പോൾ അവൾ പറയും, ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഉടമ്പടിയാ. ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പഠിപ്പിച്ച ഉടമ്പടിയാണ്. ഇപ്പം ഞാൻ +2-നാണ് വേദപാഠം പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന വിശ്വസ്തയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എല്ലാം ഉടമ്പടിയാണ്. ഉടമ്പടി ജീവിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ സീറോ മലബാർ സഭയിൽ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉടമ്പടിയുടെ വേദപാഠവും 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിശ്വസ്ത വേദപാഠവും മെർലിൻ പറയണത് ഇൻ്റർകണക്റ്റഡ് ആണത്. അതിൻ്റെ സബ്ജക്റ്റ് വൈസ് ഉടമ്പടിയാണ്. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം മെർലിന് സുന്ദരമായിട്ട് പറയാൻ കാര്യം, ഉടമ്പടിയിൽ ജീവിക്കുകയാണ്. ഒരച്ഛനുമാകാതെ കന്യാസ്ത്രീയുമാകാതെ അവർ ഉടമ്പടിയിൽ അങ്ങ് ജീവിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞ പിതാവിനോട്, ഹോൾ കോൺസെക്രേറ്റഡ് ലൈഫ് ഓഫ് ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ്. ക്രൈസ്റ്റിനെ ഹോണർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വിശുദ്ധ ചേർന്ന നിൽപ്പിൻ്റെ ജീവിതം. ഇവർ പറയുന്ന അവതരിപ്പിക്കുന്ന രീതി അതാണ്. എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, തളരുമ്പോൾ ചാരി നിൽക്കാൻ ഒരാൾ, അതാണ് എൻ്റെ ദൈവം. തളരുമ്പോൾ ചാരി നിൽക്കാൻ. അത് എന്ത് വല്ലാത്ത വെച്ചാൽ, അപ്പോൾ അത് തളർന്നു കഴിഞ്ഞാൽ ചാരി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കണത്, അതിന് വിശ്വസ്തതയാണ് നമുക്ക് ആവശ്യം. ചിതറിപ്പോകാം, ചേർന്ന് നിൽക്കാം. ഉടമ്പടിയിലുണ്ടാകുന്ന നമ്മുടെ കയ്യിലാണ് എൻ്റെ താക്കോല് മൊത്തം ഇരിക്കുന്നത്. നമ്മൾക്ക് അവിശ്വസ്തത കാണിച്ചപ്പോൾ നെഹേമ്യ 8 എന്താ പറയണത്, 1:8 എന്താ പറയണത്, നിങ്ങൾ ചിതറിപ്പോയി. കാരണം എന്താണ്, എന്നോട് നിങ്ങൾ ചേർന്ന് നിന്നില്ല, അവിശ്വസ്തത കാണിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടിയിലൂടെ അങ്ങയുടെ വചനത്തോട് അത് പാലിച്ചുകൊണ്ട് വിശ്വസ്തത കാട്ടി ചേർന്ന് നിന്നുകൊണ്ട് ബലം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് കാലാവസ്ഥകൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും എനിക്കുമൊക്കെ ഉണ്ടാകുന്ന കുറേ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങളല്ലേ. ഈ മനുഷ്യബന്ധങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് ഭയങ്കരമാണ്. ഇപ്പം മൂഡ് ഔട്ട് എന്നൊക്കെ പറയുക, മൂഡ് ഇൻ, മൂഡ് ഔട്ട്, മൂഡ് സ്വിങ്സ് എന്ന് പറയണത്. മനുഷ്യബന്ധങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. രാവിലെ ഉണ്ടായിരുന്ന ഒരു ആംബിയൻസ് അല്ല വൈകുന്നേരം ഉണ്ടാകുന്ന ആംബിയൻസ്. ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് ആംബിയൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ
നമുക്കങ്ങനെയുള്ളൊരു ബന്ധത്തിൻ്റെ റിലേറ്റിവിറ്റിയാണ് നമുക്ക് ഫിഡലിറ്റിക്ക് അറിയാവുന്നത്. പക്ഷെ ദൈവവുമായിട്ടുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് മൂഡ് സ്വിങ്സ് ഉണ്ടായാലും ദൈവത്തിന് അത് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയണത്, നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. 2 തിമോഥെയോസ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അവന് സാധ്യമല്ല. ഇതാണ് സദ്വാർത്ത. ഇങ്ങനെയുള്ള 3 ലക്ഷത്തോളം വാക്കുകളാണ് ബൈബിളിലുള്ളത്. ബൈബിൾ ആകത്തുക, ബൈബിള് വായിച്ചാൽ ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തറയപ്പിതാവിൻ്റെ പ്രശ്നം കേട്ടില്ലേ? അതായത് ബൈബിള് വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിള് നിങ്ങൾ കറക്റ്റായിട്ടാണ്. പിതാവ് പറയണത് നമ്മൾ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കണില്ല. ബൈബിളിന് ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വചനം കറക്റ്റായിട്ടാണ് നിങ്ങൾ വിശ്വസ്ത പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ തീഷ്ണമതികളാകും. ഇപ്പോൾ വേദപാഠം തന്നെ സുവിശേഷ വിഹിതമായി കഴിഞ്ഞാൽ, കാര്യം മനുഷ്യൻ്റെ വചനത്തെക്കാളുപരി മനുഷ്യൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ഒരു ബ്രില്യൻസാണ് പലപ്പോഴും വേദപാഠങ്ങളിൽ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് തീഷ്ണതയില്ലാത്തത്. തീഷ്ണത വേണമെന്നുണ്ടെങ്കിൽ അത് ഇവാഞ്ചലിക്കായിരിക്കണം. കാര്യം ദൈവത്തിൻ്റെ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം അധികാരവും ശക്തിയും എന്ന് പറയുമ്പോൾ അത് എവിടുന്നാണ് വരണത്? ഇവൻ്റെ വചനം. ഇപ്പം 4:36 നമ്മൾ കേട്ടില്ലേ? ഇവർ എന്തൊരു അധികാരമാണ്, ഇവർ എന്തൊരു ശക്തിയാണ്. അതെവിടുന്നാണ് വരണത്? അധികാരിയത എവിടുന്നാണ് വരണത്? അത് വരണത് ദൈവത്തിൻ്റെ വചനം ബൈ ഇറ്റ്സെൽഫ്. അത് പറയുന്നവരും പാലിക്കുന്നവരും എംപവർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് റോമ 1:16. ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. പറഞ്ഞ്, ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ലോകത്ത് പലതരം ശക്തിയുണ്ടല്ലേ? പാർട്ടിയുടെ ശക്തിയല്ലേ? ഇപ്പം പാർട്ടിയുടെ അകത്ത് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളെല്ലാം നോക്കിയാൽ തൊഴുത്തിൻ്റെ അകത്ത് തന്നെ കുത്തുന്നത് കാണിക്കാം, പാർട്ടിയുടെ അകത്ത് തന്നെ നയിക്കുന്നത് കാണാം. അപ്പോൾ അതിൽ ശൈഥില്യം വരണതാണ്. എന്ത് വരണത്? ഇങ്ങനെ സിസ്റ്റം എങ്ങനെയാണ്? ഈ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഉള്ള ഇത് തുടങ്ങിയ ആൾക്കാർ തന്നെ പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. സിസ്റ്റത്തിൽ തന്നെ ഫെയിലിയർ ഉണ്ടാകും. അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു ടൈം കഴിയുമ്പോൾ അകത്തുള്ള ഫെയിലിയർ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ സിസ്റ്റം ഡിസറഗ്രേറ്റ് ആയി പോണതില്ല. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അതുപോലെ സ്വാഭാവികമായിട്ട് കാലത്തിൻ്റെ ഒരു രീതിയിലൊരു സെക്കൻഡ് കമ്മിങ് ഇങ്ങനെ വരും. എല്ലാ സിസ്റ്റത്തിനും ഒരു സെക്കൻഡ് കമ്മിങ് ഉണ്ടാവും. അകത്ത് തന്നെ ശൈഥില്യം ആരംഭിക്കും. സഭയ്ക്കും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശൈഥില്യം ആരംഭിക്കും. വിശ്വാസത്തിനും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. ശൈഥില്യം അകത്തും തന്നെ ഉണ്ടാകും. ഫെയിലിയർ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവനെ അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്ത പാലിച്ച് പോകാനുള്ള ഒരു കഴിവ് കൂടിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്ത് കൊണ്ടാണ് ഈ അഡ്ഹേസീവ് പവർ, ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക? അല്ല, അഡ്ഹേസീവ് പവർ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അത് ദൈവസ്നേഹമാണ് ശരിക്കും. ഉടമ്പടി ഉള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ഇങ്ങനെ ശൈഥില്യം സംഭവിക്കുന്നതിൻ്റെ കാരണം വിഷയസ്നേഹമാണ്, അല്ലെങ്കിൽ വസ്തുസ്നേഹമാണ്. ഉടമ്പടി അതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ IELTS, നിങ്ങളുടെ PR, നിങ്ങളുടെ കാനഡ, നിങ്ങളുടെ പെൻഷൻ, നിങ്ങളുടെ വസ്തു വിൽപ്പന, അതിനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ആ വസ്തു സ്നേഹമെന്ന് പറയും. അവിടെ വ്യക്തിസ്നേഹമില്ല. നിങ്ങൾ ഈ മരണം വരെ ഈ ഉടമ്പടിയുടെ കാലമെല്ലാം ആൾക്കാർ വസ്തുസ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത്. അതിനകത്ത് വ്യക്തിസ്നേഹം വരണം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ചേർന്ന് നിൽക്കുക, ചിതറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തത, ചിതറി നിൽക്കുന്നത് അവിശ്വസ്തത എന്ന് പറയും. അപ്പോൾ ചേർന്ന് നിൽക്കുന്ന അഡ്ഹേസീവ് പവർ എന്താണ്? അത് വ്യക്തിസ്നേഹമാണ്. ആരോട്? ദൈവത്തോടുള്ള വ്യക്തിസ്നേഹം. എന്തിനാണ് നീ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ പറയണം, ദൈവത്തെ സ്നേഹിക്കാൻ.
ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ്, പക്ഷേ ഇപ്പോഴൊരു ഉത്തരവാദിത്വത്തോടെ. ഇപ്പം പേരൻറ്ഹുഡ് പല രീതിയിലില്ലേ. പേരൻറ്ഹുഡ്, ഒരു കുഞ്ഞ് വളർന്നു വരുന്ന മുമ്പ് തന്നെ അടുത്തത് പ്രഗ്നൻ്റ് ആകണമെങ്കിൽ നിരുത്തരവാദിത്തരമായ ജന്മമാണത്. ഒരു കുഞ്ഞ് വളർന്നാലും മുലകുടി മാറുന്ന 3 മാസമായപ്പോൾ തന്നെ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന് ഇറസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുലകുടി മാറാത്ത കുഞ്ഞിനെ കെയർ ചെയ്യാതെയാണ് വീണ്ടും മാതാപിതാക്കന്മാർ വീണ്ടും അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ എങ്കിൽ പുറത്തുള്ള ആൾക്കാർ അതിനെ പറയണത് ഇറസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും. ആ കുഞ്ഞിന് മുലകുടി മാറി അതിന് 2 കൊല്ലമൊക്കെ മുലകുടി കുടിച്ച് അത് തന്നെ നിൽക്കാൻ കഴിയുമ്പോൾ അടുത്ത കുഞ്ഞായ റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും. അപ്പോൾ വെച്ചാൽ നമ്മൾ ബോധപൂർവ്വം അപ്പം നമ്മളിതിന് ഈ ഉടമ്പടിയിൽ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ റെസ്പോൺസിബിൾ ലൈഫാണോ അറിയത്തില്ല നമ്മളിങ്ങനെ. അപ്പോൾ റെസ്പോൺസിബിൾ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും. എല്ലാവരും ദൈവം സ്നേഹിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. രജുവിൻ്റെ ചേർന്ന് നിൽപ്പിൻ്റെ ബയോളജി ഭയങ്കര ഹൃദ്യമാണ്. ശ്രീയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇറ്റ്സ് നോൺ ക്രിസ്ത്യൻ ലേഡി. അവർക്ക് ആ കുഞ്ഞിന് അധികം വയസ്സില്ല, 22 വയസ്സ് 23 വയസ്സ് കാണുമായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ തങ്കം പോലുള്ള വാക്കുകളാണ് വായിന്ന് വരുന്നത്. അവരെന്നാ പറയണമെന്നറിയാമോ? അവർ പറഞ്ഞു, ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും. അതെന്തിനാ അപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. വീട് പണിപ്പോൾ 3/4 ഇപ്പോൾ ഇവിടെ പറയണത്, ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും. ആൾ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥലാണ് എടുത്തെങ്കിലും അവർക്ക് ബോധമുണ്ട് ഇത് കർത്താവിലേക്കാണ് പോകണമെന്നുള്ളത്. അത് ക്ലിയർ അല്ലേ? അപ്പോൾ എന്നിട്ട് ആൾ തന്നെത്താൻ പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഈ കർത്താവിന് വേണ്ടി മുറി കൊടുക്കണമെന്നറിയാമോ? ആൾക്കാർ എന്നോട് ചോദിക്കും, ഞാനൊരു നോൺ ക്രിസ്ത്യൻ അല്ലേ, എന്തിനാണ് എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പടം വെച്ചിരിക്കണമെന്ന് ആൾക്കാർ ചോദിക്കത്തില്ലേ? അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കാനാണെന്ന്. എന്തിനാണ്? അപ്പം ഞാൻ കർത്താവിനെക്കുറിച്ച് അവരോട് പറയും, ഈ വീട് എനിക്ക് കർത്താവ് തന്നതാണെന്ന്. എന്തൊരു ദൈവസ്നേഹമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതിന് മനസ്സിലായില്ലേ? എത്ര പെട്ടെന്നാണ് ഈ ആൾക്കാർ ചേർന്നങ്ങടെ നിൽക്കണത്. കർത്താവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുകയല്ലേ, സ്നേഹത്തിൽ താൻ ചേർന്ന് നിൽക്കുന്നു. അവൻ എന്നോട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാനവനെ മാനിക്കും. സങ്കീർത്തകൻ്റെ വലിയൊരു ദൈവാനുഭവമാണ് ചേർന്ന് നിൽപ്പ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. എന്ന് പറഞ്ഞ്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സംഭവം ഈ രക്ഷയും സംരക്ഷണവും വരണത് ചേർന്ന് നിൽപ്പിന്നാണ് വരണത്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അത് അനുഷ്ഠാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരണ്ട അനുഷ്ഠാനങ്ങളും വരണ്ട ആചാരങ്ങളും അനാചാരങ്ങളായി മാറും. ആചാരമില്ലേ? ഉടമ്പടി കുറേ ആചാരങ്ങളില്ലേ? ഉപ്പിടുമ്പോഴൊരു ആചാരമുണ്ട്, ഉടമ്പടി തൈലം തേക്കുമ്പോഴൊരു ആചാരമുണ്ട്, ഇല്ലേ? ഉടമ്പടി തൈലം എടുത്താൽ അപ്പം തന്നെ ആചാരം ചെയ്യും. ഈ ആചാരം അർത്ഥം അറിയാതെ ചെയ്താൽ എന്ത് പറ്റും? ആചാരത്തിന് എന്ത് പറ്റും? അതിനാണ് അനാചാരം എന്ന് പറയണത്. അർത്ഥം അറിയാതെ ആചാരം ഒത്തിരി പേർക്ക് ചെയ്യുവേ, എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ കാട്ടിക്കൂട്ടുന്നു. അർത്ഥം അറിയാതെ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എന്താ വിചാരിക്കണത്? പറയണത് അനാചാരം എന്ന് പറയും. ഉടമ്പടി പല ആൾക്കാരും അനാചാരമായിട്ടാണ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യണമെന്ന് അവർക്ക് ബോധമില്ല. അനാചാരം എന്ന് പറഞ്ഞ ആചാരം എന്ന് പറഞ്ഞ ഒരു ബോധമാണ്. അർത്ഥം അറിഞ്ഞ് ചെയ്യണം. ഇപ്പം തന്നെ ഈ ശ്രീജയുടെ കാര്യം തന്നെ എടുത്ത്,
ശ്രീജയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാനും വെള്ളമില്ല, തേപ്പിനും വെള്ളമില്ല. കുടിക്കാനും വെള്ളമില്ല അവിടെ. കാര്യം വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ്. അത് നമുക്ക് ഒരു 10 ബക്കറ്റ് കിട്ടുമ്പോൾ കിണർ പറ്റിപ്പോവും. 10 ബക്കറ്റ് വെള്ളം കിടക്കുമ്പോൾ കിണർ പറ്റിപ്പോവും. കുടിക്കാനും പറ്റണില്ല. ഇപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന ഒരാളിൻ്റെ ജീവിതാനുഭവങ്ങളാണതേ. അപ്പോൾ കുടിക്കാനും വെള്ളമില്ല, വീട് തേക്കാനും വെള്ളമില്ല. അപ്പോൾ അവളെന്ത് ചെയ്യും? അവൾ കൊണ്ടുവന്ന ശേഷം ഉടമ്പടി ഉപ്പെടുത്ത്, നമുക്ക് ഉടമ്പടി ഒരു ജീവിതമാണല്ലോ. ഉടമ്പടി ഇരിക്കുന്നവർക്ക്, എനിക്ക് സത്യം പറഞ്ഞ് ഇതൊക്കെ ആദ്യം ഒറ്റ ശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ്, ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല. ഉടമ്പടി ബുക്ക് എഴുതണ ഒരു 72 മണിക്കൂറുണ്ട്. 75 പേജ് 72 മണിക്കൂർ കൊണ്ട് എഴുതണതാണ്. അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് ഉടമ്പടി തൈലം. അതും തേനായിരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഉടമ്പടി തൈലത്തിന് പകരം ഞാൻ തേനെന്ന് എഴുതിയിരിക്കണത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് തേൻ നിറച്ച ആളെ തല്ലി. അയാളെന്നെ വിളിച്ച്, അച്ഛാ ഞാൻ തേൻ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞ്. രതീഷാണ് അന്ന് തേൻ നിറക്കണം ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നീ അത് തേൻ മാറ്റിയിട്ട് ഉടമ്പടി തേലുമാക്ക്. തല്ലിയ കാര്യം ഞാൻ മൈൻഡ് ചെയ്യില്ല, അത് കർത്താവിന് കാഴ്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് നീ കർത്താവിന് കാഴ്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞ്. തേൻ മാറ്റാൻ കർത്താവ് പറഞ്ഞിരിക്കണമെന്ന്. തേൻ ബൈബിളിലുള്ളതല്ല, അത് ആശ്രയിച്ച് കൊടുക്കുന്നതാണ്. ഉടമ്പടി തൈലമാണ്. ഉടമ്പടി തൈലമാക്കാൻ വേണ്ടിയാണ് തല്ലുകൊണ്ടിരിക്കുന്നത്. അപ്പം തല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ഉടമ്പടി തൈലം. ആ 75 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച വിഷയങ്ങളാണത്. ഇതൊക്കെ തുടങ്ങി അതിനുശേഷം ഞങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് ബുദ്ധിപരമായിട്ട് ഓരോ സംഭവങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഇവിടെ കമ്മിറ്റി കൂടി സെനറ്റ് കൂടി തീരുമാനിക്കണമല്ല സംഭവം. ഇവിടെ കോൺഫറൻസ് കൂടിയിട്ട് തീരുമാനിക്കണമല്ല, ചർച്ച ചെയ്ത് തീരുമാനിക്കണമല്ല. ഒറ്റയടിക്ക് വന്ന വെളിപാടുകളാണ്. ആ വെളിപാടുകൾ ഒന്നിൻ്റെ അകത്ത് ബൈബിൾ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ തല്ലാണ് കിട്ടിയിരിക്കണം ഞങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതേ പ്രശ്നത്തിന് അതിൻ്റെ കാരണങ്ങളുണ്ട്. അയാളെ തല്ലാനുള്ള കാരണങ്ങൾ. അയാളുടെ തേൻ കച്ചവടം പുറത്ത് നടക്കണുണ്ടായിരുന്നു. അതാണ് സംഭവം. അതിന് പൂട്ടുവീഴുന്ന വിചാരിച്ചതിൻ്റെ പുള്ളിക്കാരൻ കാണിച്ചതാണ്. പക്ഷെ നമ്മൾക്ക് വിവേചനമുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി അതല്ല പ്രശ്നം. കർത്താവ് സംസാരിക്കണത് തേൻ തന്നെ മാറ്റാൻ പറയണത് കർത്താവ്. ഇതിനൊരു വിവേചനമാണ്. അവൻ്റെ കടുത്തേക്ക് കയറി അവനെതിരെ കൊണ്ടുപോയി ഹലാളാകണമല്ല പ്രശ്നം. ആ പാഠത്തിൻ്റെ അകത്തൊരു പാഠമുണ്ട്. അതറിയണമെങ്കിൽ ഒരു ജ്ഞാനവരം വേണം. ഉടമ്പടി നിശബ്ദതയുടെ പ്രാർത്ഥനയാണ്. ഉണ്ടായിട്ടുള്ളതിന് അവൻ മൂലമാണ്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ എഴുതപ്പെടുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്.